മുമ്പൊക്കെ അഗർബത്തി നമ്മൾ മാനുവലായിട്ട് ആയിരുന്നു ചെയ്തിരുന്നത്. അറക്കപ്പൊടിയൊക്കെ കൊണ്ടുവന്ന് അത് കുഴച്ചെടുത്തിട്ടൊക്കെ മാനുവലായിട്ടൊക്കെ ചെയ്യാറുണ്ട്. ശാസ്ത്ര സാഹിത്യ പരിഷത്തൊക്കെ അതിന് വലിയ ഇനിഷ്യേറ്റീവുകൾ മുമ്പ് കേരളത്തിൽ എടുത്തിട്ടുണ്ട്. എന്നാലും ഇന്ന് അതൊക്കെ മാറി. നമുക്കറിയാം ഈ നമ്മുടെ ഇപ്പൊ ഈ ചിത്രത്തിൽ കാണുന്ന അഗർബത്തി നിർമ്മാണ യന്ത്രത്തിൽ 6000 സ്റ്റിക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് 1 മണിക്കൂറിൽ നിർമ്മിക്കാം. ഇതിന്റെ മുകളിൽ കാണുന്ന ഈ സ്റ്റീൽ ഓപ്പറിൽ നമ്മൾ ഇതിന്റെ റെഡിമിക്സ് ലോഡ് ചെയ്ത് കൊടുത്താൽ മതി. 20 രൂപയാണ് 1 കിലോ റെഡിമിക്സിന്റെ റേറ്റ്. അതിനുശേഷം അതിന്റെ ഈ ബാക്കിൽ കാണുന്ന സൈഡിൽ നമ്മൾ അതിന്റെ സ്റ്റിക്കും ലോഡ് ചെയ്ത് കൊടുക്കണം. ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് ഈ തിരി അപ്പുറത്തെ കാണുന്ന സ്റ്റീൽ ട്രേയിൽ വന്ന് വീഴും. ആ തിരിയെടുത്ത് കുറച്ച് സമയം വെയിലത്തല്ല, നമ്മുടെ തണലത്ത് തന്നെ, നമ്മുടെ റൂമിനകത്ത് തന്നെ നിരത്തിയിട്ടതിന് ശേഷം അത് ഉണങ്ങിയതിന് ശേഷം അതിനെ പെർഫ്യൂമിൽ മുക്കി അതിനെ ബട്ടർ പേപ്പറിൽ പാക്ക് ചെയ്ത് അതിനെ പിന്നെ ഡ്യൂപ്ലെക്സ് കാർട്ടൺസിലാക്കിയിട്ടാണ് ഇത് വിപണിയിലേക്ക് എത്തിക്കുന്നത്. അതാണ് അതിന്റെ ഒരു മോഡല്. ഏകദേശം ഒരു 20 സ്റ്റിക്കുള്ള ഒരു ബോക്സ്, ഒരു ചെറിയ ബോക്സ് നമ്മൾ ചെയ്തു വരുമ്പോൾ 4 രൂപ വരെ ഇതിന് കോസ്റ്റ് വരാം. 4 രൂപയാണ് ഇതിന്റെ കോസ്റ്റ് വരുന്നത്. നമുക്ക് ഇത് ഒരു കമ്പൈൻഡ് ആയിട്ട് ചെയ്യാവുന്ന ഒരു മോഡലാണ്. ഞങ്ങൾ ഇവിടുന്ന് തന്നെ കുറെ 8-9 മെഷീൻസ് പല ഭാഗത്തായിട്ട് കേരളത്തിൽ കൊടുത്തിട്ടുണ്ട്. ലാഭകരമായി പോകുന്ന ഒരു മോഡലാണ് അഗർബത്തിയുടെ നിർമ്മാണം. ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് ലാഭകരമായി പോകുന്നൊരു മോഡലാണ്. പിന്നീട് വരുന്നത് ഇതിന് 1,20,000 രൂപ, അതായത് ഒരു 85-90 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന മെഷീൻസ് ഉണ്ട്. പല ഗ്രേഡിലുള്ള മെഷീൻസ് ഉണ്ട്. അതിൽ പ്രധാന കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതിൽ പല സ്ഥലങ്ങളിൽ ഇതിലിപ്പോ ഈ സ്റ്റിക്ക് കടന്നു വരുമ്പോഴോ അല്ലെങ്കിൽ റെഡിമിക്സ് താഴേക്ക് ഇറങ്ങി വരുമ്പോഴോ ഒക്കെ ഏതെങ്കിലും ബ്ലോക്കുകൾ ഉണ്ടെങ്കിൽ ഇത് സെൻസറുകളുള്ള മെഷീനാണ്, മെഷീൻ സ്റ്റോപ്പ് ആവും. അപ്പം ആ തരത്തിൽ പിന്നെ അതിനെ റീലോഡ് ചെയ്യണം. അങ്ങനെയുള്ള അതിന്റെ ട്രെയിനിങ് ഒക്കെ ഇതിന്റെ കൂടെ കിട്ടും. ഇത്തരത്തിൽ വളരെ സിമ്പിൾ ആയിട്ട് ആരംഭിക്കാൻ കഴിയുന്ന ഒരു ബിസിനസ് മോഡലാണ് ഈ അഗർബത്തി നിർമ്മാണ യന്ത്രം. നമുക്ക് അതിനകത്ത് വരുന്നത് മൊത്തം 2 HP മോട്ടറുകളുണ്ട്. അതായത് ഇതിൽ 2 പാർട്ടിലായിട്ട് 2 HP മോട്ടർ, 2 HP അല്ല 1.5 HP മോട്ടർ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. നമുക്ക് വീഡിയോ കാണാം. സ്റ്റിക്സ് എങ്ങനെയാണ് ഇതിൽ സെപ്പറേറ്റ് നമുക്ക് മാനുഫാക്ചർ ചെയ്യാൻ പറ്റൂ? ഇതിന്റെ തിക്നെസ് നമുക്ക് ഇപ്പൊ ഇതിന്റെ കോട്ടിംഗ് തിക്നെസ് കൂട്ടുവാനും കുറയ്ക്കുവാനോ ഇതിൽ സാധിക്കും, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് സൈസ് ആണോ? അല്ല, സ്റ്റിക്കിന്റെ ലെങ്ത് നമുക്ക് അഡ്ജസ്റ്റബിൾ ആണ്. ലെങ്തും അതിൽ നമ്മുടെ റെഡിമിക്സ് ഒട്ടിക്കുന്ന അതിന്റെ ആ ലെങ്ത് ഉണ്ടല്ലോ, ഇത് രണ്ടും അഡ്ജസ്റ്റബിൾ ആണ്, കുഴപ്പമില്ല, ചെയ്യാം. സൗണ്ട് കേൾക്കുന്നില്ലേ? ക്ലിയർ അല്ലേ? എന്റെ ക്ലിയർ ആണ്. ഇതിന്റെ സ്റ്റിക്സ് നമുക്ക് ഉണ്ടാക്കാനുള്ള മെഷീൻസ് എന്തെങ്കിലും അവൈലബിൾ? ഇതിന്റെ മെറ്റീരിയൽ എവിടെ കിട്ടും? ഇതിന്റെ മെഷീൻ ഇല്ല. നമ്മള് മുമ്പ് ഒരിക്കൽ നമ്മൾ ബാംബു കോർപ്പറേഷനുമായിട്ട് ഇതിനെ കുറിച്ചൊക്കെ ഒന്ന് സംസാരിച്ചിരുന്നു, പക്ഷെ അത് നടന്നില്ല. എന്തായാലും ഇപ്പം സ്റ്റിക്ക് നമുക്ക് പുറത്തുനിന്ന് വാങ്ങുന്നത് തന്നെയാണ് ഇപ്പൊ ഇവിടെ ഉണ്ടാക്കുന്നതിനേക്കാൾ ലാഭകരം ആയിട്ട് വരുന്നത്, സ്റ്റിക്കും റെഡിമിക്സ്. വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യനുകളുണ്ടോ ഇനി? നമുക്ക് നമ്മുടെ ഈ മെഷീന്റെ ഒക്കെ ആനുവൽ മെയിൻ്റെനൻസ് അതെങ്ങനെയാണ്? ഇത് സപ്ലൈ ചെയ്യുന്ന ആളുകൾ എല്ലാത്തിനും 1 year ഗ്യാരണ്ടി ഉണ്ട്. പിന്നെ അത് കൂടാതെ മെയിൻ്റെനൻസ് വേണമെങ്കിൽ അതിന് ആളെ കിട്ടും നമുക്ക്. സാർ ഇതിന് ഡ്രയറിന്റെ വല്ല ആവശ്യമുണ്ടോ? ഇല്ല, ഇത് നമ്മുടെ തണലത്ത് തന്നെ ഒരു 10 മിനിറ്റ് നമ്മുടെ മുറിയിൽ തന്നെ ഒന്ന് നിരത്തിയിട്ട് കഴിഞ്ഞാൽ ഉണങ്ങി കിട്ടും. സാർ ഇത് ഭയങ്കര കോമ്പറ്റീഷൻ ഉള്ളതാണ്. ഇപ്പം സ്റ്റോറിലൊക്കെ പോയി കഴിഞ്ഞാല് ഒത്തിരി ബ്രാൻഡഡ് ആയിട്ടുള്ള ഒത്തിരി സാധനങ്ങൾ കിട്ടുന്നുണ്ട്. ഒത്തിരി ഉണ്ട് പറഞ്ഞാൽ ഒത്തിരി ഉണ്ട്. ഒരു പർട്ടിക്കുലർ റാക്ക് തന്നെ ഫുൾ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ഒത്തിരി ഐറ്റംസ് ഇങ്ങനത്തെ കണ്ടിട്ടുണ്ട്. അതെ, എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ നമ്മളൊരു സംരംഭത്തിന് ഇറങ്ങുമ്പോൾ കോമ്പറ്റ് ചെയ്യാൻ തയ്യാറായി തന്നെ ഇറങ്ങുക എന്നുള്ളത് അല്ല, ഞാൻ പറഞ്ഞു മാത്രം. കണ്ടത് കോമൺ ആയിട്ട് എല്ലാവരും പറയാനുള്ള ഒരു കാര്യമാണ്. അതായത് 2 രീതിയിലാണ് സംരംഭങ്ങളുള്ളത്. ഒന്ന്, നമുക്കൊരു ഇന്നോവേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ മാത്രമായിരിക്കും ആ പാത്തിലൂടെ പോവുക. ഞങ്ങള് ടെൻഡർ കോക്കനട്ട് വാട്ടറിന്റെ ടെക്നോളജി ഡെവലപ്പ് ചെയ്തു.
അത് ഡെവലപ്പ് ചെയ്തപ്പം ഇന്ത്യയിൽ അത് CFTRIയിൽ മാത്രമേ അല്ല DFRL മാത്രമേ അല്ലെ കോക്കനട്ട് ഡെവലപ്മെന്റ് ബോർഡുമായിട്ട് സഹകരിച്ച ഒരു ടെക്നോളജി മാത്രമേ ഇന്ത്യയിലുള്ളൂ. അതിന് 2 കോടി രൂപ 1.5 കോടി രൂപയുള്ള അടുത്തതിന് മുതൽ മുടക്കാണ്. ഞങ്ങൾ ആ ടെക്നോളജിയെ ഇൻവെന്റ് ചെയ്തു. അതിന് ഒരു 8 ലക്ഷം രൂപയിൽ തുടങ്ങാവുന്ന ഒരു മോഡൽ ഞങ്ങൾ ഉണ്ടാക്കി. ആ മോഡൽ ഉണ്ടാക്കിയപ്പോൾ നമ്മുടെ ചെലവ് 45 ലക്ഷം രൂപയാണ്. ആ പുതിയ മോഡൽ ഉണ്ടാക്കി. അതിന് വേണ്ട R&Dയും അതിന് വേണ്ട കാര്യങ്ങളും. അതെ, പക്ഷെ അവിടെ നമ്മൾ മാത്രമാണ്, നമ്മൾ ആരും കോമ്പറ്റ് ചെയ്യാനില്ല. അത് വേറൊരു തരത്തിലുള്ള ബിസിനസ്. മറ്റൊരു ബിസിനസ് എന്ന് പറയുന്നത് ഈ തരത്തിലുള്ള എന്നാ പറയണ, അതിനൊരു ബ്ലൂ ഓഷ്യൻ സ്ട്രാറ്റജി എന്നൊക്കെ പറഞ്ഞ് മാനേജ്മെന്റ് തലത്തിലൊക്കെ ചില സ്ട്രാറ്റജീസ് ഒക്കെ ഉണ്ട്. ഇത് നമ്മൾ നിലവിലുള്ളതിന് ഏതിനോടും കോമ്പറ്റ് ചെയ്യാന്നുള്ളത്. കോമ്പറ്റ് ചെയ്യാം, ശരിയല്ല. ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ടത്, ഞാൻ പറഞ്ഞോളൂ കാര്യമായിട്ട് പറഞ്ഞു. അല്ല, ഇന്നലെയും കൂടെ ഞാൻ സ്റ്റോറിൽ പോയപ്പം കണ്ടായിരുന്നു, പർച്ചേസിന് പോയ സമയത്ത് ഒത്തിരി അതിന് 2 സ്ട്രാറ്റജി ഉണ്ട്. ഇങ്ങനെ ഇതിന് പിന്നെ ഒരു അഡ്വാൻറ്റേജ് ഇത് പരിചയപ്പെടുത്തണ്ടായിരുന്നു. എല്ലാവർക്കും അഗർബത്തി അറിയാം, നല്ല എല്ലാവരും പ്രത്യേകിച്ച് പരിചയപ്പെടുത്താൻ ആവശ്യമില്ല. പക്ഷെ ടെൻഡർ കോക്കനട്ട് വാട്ടർ നമ്മൾ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ ആളുകൾ പരിചയപ്പെടുത്തണം. ഒന്നാമത് ഇത് ടെൻഡർ കോക്കനട്ട് വാട്ടർ ആണ്. സാറേ, ഇതിന്റെ റോ മെറ്റീരിയൽ പാർട്ട് എങ്ങനെയാണ്? റോ മെറ്റീരിയൽ ഒക്കെ നമുക്ക് റെഡിമിക്സും സ്റ്റിക്കും ആണ് ഇതിന്റെ റോ മെറ്റീരിയൽ വരുന്നത്. പിന്നെ ഡ്യൂപ്ലക്സ് കാർട്ടണും അതിന്റെ ബട്ടർ പേപ്പറിലുള്ള കവറും ഇതെല്ലാം നമുക്ക് ചെയ്യുന്ന ആളുകളുണ്ട്, കണക്ട് ചെയ്ത് തന്നോളാം കേട്ടോ. ശരി സാർ, ഇതിന്റെ മെഷീനറികളൊക്കെ നമുക്ക് അവൈലബിൾ? ഇതിന്റെ മെഷീനറിക്കൊക്കെ ഇവിടെ അഗ്രോ പാർക്കിൽ തന്നെ കോൺടാക്ട് ചെയ്താണ്. ഇതിന്റെ മെഷീനറി എല്ലാം വരുന്നത് നമുക്ക് ഇമ്പോർട്ടഡ് മെഷീനറി ആണ് കൂടുതലും വരുന്നത്. വിയറ്റ്നാം ഒക്കെയാണ് ഇതിന്റെ കൂടുതൽ മാനുഫാക്ചേഴ്സ് ഉള്ളത്. അവിടെ നമുക്ക് ഇമ്പോർട്ട് ചെയ്ത് വരുന്ന മെഷീൻസ് ആണ്. ഇത് ഇന്ത്യയിൽ വിൽക്കുന്ന എല്ലാം തന്നെയാണ്. ഇവിടെ ഒന്നും ഈ റേറ്റിനൊന്നും ഇത് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നില്ല. അപ്പൊ സാർ, ഇതിന്റെ മെയിൻ്റെനൻസ് എല്ലാത്തിനും ആളുണ്ട് നമുക്ക്. പിന്നെ ഇവിടെ കേരളത്തിൽ തന്നെ ആളുണ്ട്, സാറേ. ഇതിന് വല്ല ഇനീഷ്യൽ ട്രെയിനിങ് എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ? ഇതിന്റെ കൂടെ മെഷീന്റെ കൂടെ ഇതിൽ എങ്ങനെയാണ് ഈ അഗർബത്തി നിർമ്മിക്കുന്നതിനുള്ള ട്രെയിനിങ് ഉണ്ട്, അത് ഫ്രീ ആയിട്ട് കിട്ടും. അതിപ്പോ ഒരു വൺ ഡേ പ്രോഗ്രാമോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആയിരിക്കും? അങ്ങനെ മെഷീൻ ഇൻസ്റ്റാൾ ചെയ്യാൻ ഒരാൾ വിടും, ആള് തന്നെ ചെയ്തു തരും. ശരി, ഓക്കെ ശരി. ഈ ഇതിന്റെ സൈസ് സ്റ്റാൻഡർഡൈസ്ഡ് ആണ്, അല്ലെങ്കിൽ സൈസ് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. തിക്നെസ്, ഞാൻ പറയുന്ന തിക്നെസ്. പിന്നെ അടുത്തത്, ഇതിന്റെ മെയിൻ്റെനൻസിന് ഞങ്ങൾക്ക് ട്രെയിനിങ് ചോദിച്ചാൽ തരൂ. കാരണം ഞങ്ങൾ തന്നെ മെയിൻ്റെനൻസ് ചെയ്യണമെങ്കിൽ, എന്തെങ്കിലും ഫ്യൂച്ചർ മെയിൻ്റെനൻസ് വരികയാണെങ്കിൽ അതിന്റെ ട്രെയിനിങ് എന്തെങ്കിലും എല്ലാ മാനുഫാക്ചേഴ്സും ചോദിച്ച് അങ്ങനെ കൊടുത്തൂടെ? നല്ലൊരു, എനിക്ക് മനസ്സിലായില്ല. മെയിൻ്റെനൻസ് ചെയ്യാനുള്ള ആൾക്ക് ട്രെയിനിങ് അങ്ങനെ എന്താ ഉദ്ദേശിച്ചത്? അങ്ങനെയല്ല, ഞങ്ങളൊരു ഇത് വാങ്ങിക്കുമ്പോൾ, ഇതൊരു മെഷീനറി വാങ്ങിക്കുമ്പോൾ ഇതിന്റെ അവർ ലോക്കൽ സപ്ലയർ ആരോടും അവരെടുത്ത് ഞങ്ങൾക്കൊരു മെയിൻ്റെനൻസ് ട്രെയിനിങ്, ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റെനൻസ് ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഫ്യൂച്ചർ എന്തെങ്കിലും റിപ്പയറിംഗ്. അതിനാണ് നമ്മൾ ഇൻസ്റ്റലേഷൻ ആള് വരുമ്പോൾ ആള് തന്നെ ഇതിന്റെ ബേസിക് ആയിട്ട് ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് അതിനകത്ത് പഠിപ്പിക്കും. മേജർ മെയിൻ്റെനൻസിന് മാത്രമേ പുറത്തുനിന്ന് ടെക്നീഷ്യൻ വരേണ്ടതായിട്ടുള്ളൂ. 1.20 മുതലുണ്ട്. 1.20 മുതൽ ആണ് ഇതിന്റെ വില വരുന്നത്. 1,20,000 രൂപയും അതിന്റെ ടാക്സ് എക്സ്ട്രാ വരും.